ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാചക വിസ്മയത്തിലേക്ക് സ്വാഗതം. ഇന്നിതാ ഖത്തറിലെ കോർണിഷ് ഏരിയയിലാണ് ഞാൻ. ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്കവിടെ ക്രാബ് ഉണ്ടോ എന്ന് നോക്കാം. അത് നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ക്രാബ് കൊണ്ടുള്ള ഒരു ഡിഷ് ഉദ്ദേശിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് തന്നെ. 4 മാസങ്ങൾക്ക് ശേഷം അങ്ങനെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയപ്പം നിങ്ങളുമായിട്ട് അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. വരും, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ രാത്രി 8:30 ആയെങ്കിലും നല്ല ഹ്യൂമിഡിറ്റിയാണ്, നല്ല ചൂട് കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ സമയത്ത്. അപ്പം പുറത്തൊക്കെ പോകുന്നവരെല്ലാവരും സേഫായിട്ട് തന്നെ പോയി തിരിച്ച് വീട്ടിലെത്തുക. അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഉണ്ട്, എല്ലാം ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇപ്പം ക്രാബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അധികം വലുപ്പമുള്ള ക്രാബല്ല, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ക്രാബാണ്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കണം. എന്തായാലും കിട്ടിയത് കൊണ്ട് ഞാൻ സന്തോഷത്തിലാണ്. ഇപ്പം ക്രാബിൻ്റെ ഒപ്പം ഞാൻ വേറെ കുറച്ച് മീനുകളൂടെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഫിഷ് വാങ്ങിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക്. കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് മീനൊക്കെ മേടിക്കുന്നത്. ആ നേരെ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബോട്ടുകളൊക്കെ, ഫിഷിങ്ങിനായിട്ടുള്ള ബോട്ടുകളൊക്കെ കെട്ടിയിടുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് വരുമ്പം ഫ്രഷ് ആയിട്ടുള്ള, അതായത് ജീവനോടുള്ള ക്രാബും മീനുകളും ഒക്കെ നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ടാം. ഞാൻ സന്തോഷത്തിലാണ് ക്രാബും ഫിഷും ഒക്കെ കിട്ടിയതിൻ്റെ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത് റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രാബിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കാണുന്ന പോലെ അത്ര വലിയ പാടില്ല. ഇതുപോലെ ജസ്റ്റ് ഇതൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കൈയും കാലും നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് തിരിച്ചെടുത്താൽ മതി, അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ആ തോട് ഭാഗം റിമൂവ് ചെയ്യാനായിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് മേപ്പോട്ടൊന്ന് പൊക്കിയെടുത്താൽ മതി. അപ്പം പെട്ടെന്ന് അതിൻ്റെ തോട് ഭാഗവും വേർപെട്ട് കിട്ടും. അതിനുശേഷം ഈ വയറ് ഭാഗത്തുമൊക്കെ കുറച്ച് വേസ്റ്റുകളുണ്ട്, അത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ ക്രാബ്, അതായത് നമ്മുടെ ഞണ്ട് വൃത്തിയായി കിട്ടും. അപ്പം ഞണ്ട് കാണുന്ന പോലെ അത്ര വലിയ പാടല്ല വൃത്തിയാക്കി കിട്ടാൻ. ഞാൻ അതുപോലെ രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. കൈയും കാലും അതുപോലെ ഉടൽ ഭാഗവും രണ്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് കഴുകിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 തവണ ഉപ്പിട്ട് കഴുകുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് നമ്മളിത് ഉരച്ച് കഴുകണം. അപ്പോൾ ഈ കൈയും കാലും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിരിക്കുന്നത്, അതിലെ ചെറിയ കൊമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതപ്പം നമ്മുടെ കയ്യിലൊക്കെ കൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാനിത് 2ആയിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് ഉപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ഫ്രഷ് വാട്ടറിൽ കഴുകുക. പിന്നെ നമുക്ക് ഒന്നുകൂടെ അതേപോലെ തന്നെ ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകുക. അതിനുശേഷം വീണ്ടും ഫ്രഷ് വാട്ടറിൽ കഴുകുക. അതിനുശേഷം നമുക്കൊരു 4-5 തവണ വീണ്ടും ഫ്രഷ് വാട്ടറിൽ കഴുകി എടുക്കുമ്പോഴത്തേന് ക്രാബ്, നമ്മുടെ ഞണ്ട്, അങ്ങനെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നമുക്ക് കിട്ടും. ഈ ഞണ്ട് ഏകദേശം 1 കിലോയാണേ. അപ്പം ഞാൻ അതിനെ എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കറിയാക്കി എടുക്കാം. കറിയല്ല, റോസ്റ്റ് പരുവത്തിലാക്കിയാണ് എടുക്കുന്നത്. ഇതാ നോക്കൂ, നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 3 സവോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സവോളയുടെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നമുക്കിനിയും വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം സവാള ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം. അതിനുശേഷം ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, തക്കാളിയും പച്ചമുളകും. അപ്പോൾ 1 തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട. അതിനുശേഷം 3 കൊടംപുളി, കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന 3 കൊടംപുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി വെള്ളം നമുക്ക് ഈ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് വെള്ളം മതി. അതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ക്രാബ് പിറക്കി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഇപ്പം വലിയ ഈ കൈയും കാലും ഒക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിടുക. എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടിടുക. ഇതിപ്പം ചെറുതായത് കൊണ്ട് ഞാനത് ചതച്ചിട്ടൊന്നും അല്ല ഇട്ടേക്കുന്നത്. തോടുള്ള നമ്മുടെ മീനാണെങ്കിലും പക്ഷെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. ഞാനിപ്പോൾ ആദ്യം 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇടുകയാണ്. ഞാനിപ്പം 1/2 ടേബിൾ സ്പൂണിനടുത്തുള്ള കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം എരിവോടാണ് എടുത്തു വയ്ക്കുന്നത്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ഞാൻ ഇത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുന്നു. അപ്പം മൊത്തം 15 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അത് ലോ ഫ്ലെയിമിലാണ്. ഇപ്പം ഏകദേശം അത് വറ്റി വന്നിട്ടുണ്ട്. ചെറിയ ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. കാരണം ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ചാറൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കൂടെ കൂട്ടി നിങ്ങൾക്ക് കറിയാക്കി എടുക്കാവുന്നതാണ്. നന്നായിട്ട് അത് വറ്റി വന്നിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പം നല്ല ഫ്ലേവർ നമുക്ക് ഈ ഇതിലേക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റിലേക്ക് കിട്ടും. നമ്മുടെ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങി ചെന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഞണ്ട് റോസ്റ്റിന്. അപ്പം ഞണ്ടൊക്കെ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. മീനൊക്കെ കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും ഉണ്ട്. അതുപോലെ ഇത് ലോ ഫാറ്റ് ആണ്. omega-3 പോളി അൺസാച്ചുറേറ്റഡ് ആസിഡ് ഇതിനകത്തുണ്ട്. അതുപോലെ ഇത് ഹേർട്ട് ഡിസീസ് ഒക്കെ നമുക്ക് വരാതെ സഹായിക്കുകയും നമ്മുടെ ബ്രെയിൻ വളർച്ചയ്ക്കും ഇത് സഹായിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.